പൗലോസ് താക്കോൽക്കാരൻ്റെ 33-ാം ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയും പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പൗലോസ് താക്കോൽക്കാരൻ്റെ ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൗലോസ് താക്കോൽക്കാരൻ പുരസ്കാരം ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ഐറിന് മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ സമർപ്പിച്ചു. ചാലക്കുടി നഗരസഭ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ധനസഹായ വിതരണ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ KV പോൾ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് ജിൽ ആന്റണി, ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് CT സാബു, സെക്രട്ടറി US അജയകുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് PI മാത്യു, സുഭാഷ് ചന്ദ്രദാസ്, പൗലോസ് താക്കോൽക്കാരന്റെ ഭാര്യ ശോശാമ്മ പൗലോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സഹായ സഹകരണങ്ങൾ നന്നായി കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് തന്നെയാണ് പ്രധാനമായിട്ടും. സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു സന്മാതൃകയാണ് ശ്രീ പൗലോസ് താക്കോൽക്കാരൻ. അതാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു നല്ല മാതൃക. അതിൽ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്, അതിൽ പാവപ്പെട്ടവരോടുള്ള പക്ഷം ചേരുന്ന മനോഭാവമുണ്ട്, മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ പറ്റും എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പെടുന്നത്. അങ്ങനെ സംശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ മാതൃകയായിട്ടുള്ള ശ്രീ പൗലോസ് താക്കോൽക്കാരൻ്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പുരസ്കാരം ഡോക്ടർ സിസ്റ്റർ ഐറിന് കൊടുക്കുമ്പോൾ ശ്രീ അജയ്കുമാർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ രാഷ്ട്രത്തിനൊരു നല്ല ശാസ്ത്രജ്ഞയെ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് നല്ലൊരു വിദ്യാഭ്യാസ പ്രവർത്തകയെ ലഭിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സംശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ സന്മാതൃകയാണെങ്കിൽ ഈ ഭാഗത്ത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നല്ലൊരു സമർപ്പിത, അതാണ് സിസ്റ്റർ ഐറിനെ എനിക്ക് പരിചയം വരുന്നത്.